ഓക്കെ, അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുള്ളത് എന്താണ്? കുറച്ച് ലൂപ്പിങ്ങിൻ്റെ കൺസെപ്റ്റ് നോക്കി, അതുപോലെ തന്നെ അറേ ഓഫ് ഒബ്ജക്ട്സ്, അതിൽ നിന്ന് ഡാറ്റ ലിസ്റ്റ് ചെയ്യുന്ന പോർഷൻ നോക്കി. ഓക്കെ, ഇന്ന് നമുക്ക് കവർ ചെയ്യാനുള്ളത് ഇതിനെ ഒരു മെനു ഡ്രിവൺ പ്രോഗ്രാം ആ രൂപത്തിലേക്ക് ആക്കി മാറ്റാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിൽ ചില പോർഷൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻസ് ഒക്കെ ഞാൻ റിമൂവ് ചെയ്യുന്നുണ്ട്. ലെറ്റ് നമ്പർ അറേ എന്ന് പറഞ്ഞ ഇതൊന്നും നമുക്കിപ്പോൾ ആവശ്യമില്ല, അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാൻ പോവാണ്. പ്രോംപ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്, നമുക്ക് ഡാറ്റ റീഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആവശ്യം വരും. പിന്നെ നമ്മുടെ ഫങ്ഷൻ വെറുതെ അനാവശ്യമായിട്ട് റൺ ചെയ്യണ്ട, അപ്പോൾ അത് ഞാൻ കമൻ്റ് ആക്കി വെക്കുന്നുണ്ട്. പിന്നെ XY എന്തിനായിരുന്നു? ഓക്കെ, ഫങ്ഷനിലേക്കുള്ള പാരാമീറ്റർ പാസ് ചെയ്യുന്നതിൻ്റെ ഒരു ഡെമോ കാണിച്ചതാണല്ലേ, അതും ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല. എക്സും വൈൻ്റെ ആവശ്യമില്ല. അതുപോലെ നമ്മൾ കമൻ്റ് ആക്കി കൊടുന്ന് ഈ ഒരു XYയും കൂടെ റിമൂവ് ചെയ്യാം. അപ്പോൾ എന്താണ് മെനു ഡ്രിവൺ പ്രോഗ്രാം? സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. ATM നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ എത്തി ജസ്റ്റ് മേ ബി വല്ല ആഡും കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അതിൻ്റെ ഇടയിൽ നമ്മൾ കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളടുത്ത് ഓരോ ഓപ്ഷൻസ് ചോദിക്കും അല്ലേ? ആ ഓപ്ഷൻസ് കൊടുക്കുന്നതിനനുസരിച്ചാണ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഒരു മെനു നമുക്കിങ്ങനെ ഇട്ട് തരുന്നതാണ്. ആ മെനുവിൽ ഓരോന്ന് ചൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണോ, വിത്ഡ്രോ ചെയ്യണോ, സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്ഷൻസിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോന്നും കൊടുക്കുന്നതിനനുസരിച്ച് നമ്മളടുത്ത് നിന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ചോദിക്കും. ആ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ട് അത് വാലിഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് റിക്വസ്റ്റ് ആണോ ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു മെഷീൻ ത്രൂ റിക്വസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഡെപ്പോസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ എമൗണ്ട് ഇട്ട് കൊടുത്താൽ അത് ആ അക്കൗണ്ടിലേക്ക് പോകും. അതുപോലെ തന്നെ ബാലൻസ് വിത്ഡ്രോ ചെയ്യണമെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൻട്ര കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുക, എമൗണ്ട് എത്ര വേണ്ടതെന്ന് വെക്കുക, അതും കൊടുത്തു കഴിഞ്ഞാൽ വാലിഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എമൗണ്ട് കിട്ടും. ഓക്കെ, അതുപോലെ ബാലൻസ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ രീതിയിൽ കാർഡ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസ് നമ്മൾ ആ ഡിസ്പ്ലേയിൽ കാണിക്കും. അതിൻ്റെ റെസിപ്റ്റ് പ്രിൻറ്റ് ചെയ്യണമെന്ന് ചോദിക്കും, യെസ് എന്ന് കൊടുത്താൽ അത് പ്രിൻറ്റും ചെയ്തു തരും. ഓക്കെ, ഇതൊക്കെയാണ് ഒരുവിധം ATMലൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഫങ്ഷണാലിറ്റീസ്. അതുപോലെ തന്നെ പിന്ന് ജനറേറ്റ് ചെയ്യുക അങ്ങനെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് എന്താണ് മെനു ഡ്രിവൺ പ്രോഗ്രാമാണ്. ഓക്കെ, നമുക്ക് ഇവിടെ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇതിലെന്ത് ചെയ്യുന്നു, ഓക്കെ, കുറച്ച് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഓരോ ആളുകളെ പേരും ഏജും കീപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തു വെച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇതിനൊന്ന് മോഡിഫൈ ചെയ്തിട്ട് ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ്പെൻസ് ഒക്കെ റീഡ് ചെയ്യുക ആ ഒരു ലെവലിലേക്ക് ചെയ്യാം. ഓക്കെ, ഒരു എക്സ്പെൻസ് റീഡ് ചെയ്യുന്ന സമയത്ത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത്ര ഹെവി ആയിട്ടൊന്നും നിങ്ങൾ ഇതിനെ കൺസിഡർ ചെയ്യണ്ട. സിമ്പിളായിട്ടൊരു എക്സ്പെൻസ് ട്രാക്കർ എന്നുള്ള രീതിയിൽ നമുക്ക് അതിൻ്റെ ഒരു പോർഷൻ ചെയ്യാം. കാരണം ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു ടീമിൻ്റെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് അതാണ്. ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇതിലൂടെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തത്. നമുക്കിപ്പോൾ ഓക്കെ ഇതിവിടെ കടന്നോട്ടെ, നമുക്ക് ആവശ്യം വരും. മെയിൻലി ഒരു എക്സ്പെൻസ് ട്രാക്കർ ആകുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണ്ടി വരും, നമ്മൾ കോഡ് ചെയ്യുന്നതിന് മുമ്പ് വെറുതെ ചാടി കയറി കോഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു ഒബ്ജക്റ്റീവ് വേണം. ആ ഒബ്ജക്റ്റീവ് 1 by 1 ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്തെടുക്കണം, എന്നാലേ നമ്മുടെ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ടാസ്ക് കംപ്ലീറ്റ് ആവുള്ളൂ. ഇപ്പോൾ വെറുതെ എന്തെങ്കിലും കാണിച്ച് കൂട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് പിന്നീട് ചെയ്ത പോർഷൻ വീണ്ടും വീണ്ടും റീ എഡിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. അതൊക്കെ കുറേയൊക്കെ കുറയാ അത്യാവശ്യം നിങ്ങൾ കോഡിങ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു കേസ് നോളജ് വരുള്ളൂ. സ്റ്റാർട്ടിങ് തന്നെ മേ ബി നിങ്ങൾക്ക് എല്ലാം കൂടെ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം എങ്ങനെയാണ് നമുക്ക് നമ്മളെ എയിം എന്ന് പറയുന്നത് എന്താണ്, ഒരു എക്സ്പെൻസ് ട്രാക്കറാണ്. ഓക്കെ, അതിൽ എന്തൊക്കെ ഫങ്ഷണാലിറ്റി വേണം?
ഓക്കെ, ഡെപ്പോസിറ്റ് വേണം, വിത്ഡ്രോവൽ വേണം. ഓക്കെ, വന്നിട്ടുണ്ട്. സോറി, എക്സ്പെൻസ് ഇത് ATM ആയിട്ട് മിക്സ് ആയിപ്പോയി. എക്സ്പെൻസ് ട്രാക്കർ വരുമ്പോൾ എക്സ്പെൻസ് വരും, പിന്നെന്താ വരിക, ഇൻകം. വേറെ നമുക്ക് എക്സ്പെൻസ്, ഇൻകം, വേറെ നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഓക്കെ, നമുക്ക് ഏതിൻ്റെ പുറത്താണ് ഈ ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ ഈ ഒരു ഇൻകം സംഭവിച്ചത്, അങ്ങനെ നമുക്ക് എടുക്കേണ്ട സിറ്റുവേഷൻ വരും. തൽക്കാലം നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ എക്സ്പെൻസ്, ഇൻകം, ഡിസ്ക്രിപ്ഷൻ, ഇതാണ്. ഇത്രയും ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് മെയിൻലി എടുക്കേണ്ടി വരിക. ഈ എക്സ്പെൻസ് ആണോ ഇൻകം ആണോ നമുക്ക് ഒരു കീ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് മോഡ് എന്നുള്ള രീതിയിൽ അതിനെ പേര് കൊടുക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് നമുക്ക് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യാണ്. മോഡ് എന്ന് പറയുന്നതിൽ വാല്യൂസ് വരാവുന്നത് എക്സ്പെൻസ് ഓർ ഇൻകം വരാം. ഇപ്പോൾ മോഡ് നമുക്ക് ഒരു എൻട്രി ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ മോഡ്, ഓക്കെ, ഇതിന് നല്ല ബെറ്റർ വേർഡ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ മോഡ് വരും. പിന്നെ ഡിസ്ക്രിപ്ഷൻ നമുക്കൊന്നുമില്ല, അത് തന്നെ മതി. പിന്നെ വരാവുന്നത് എന്താണ്, ഈ ബ്രാക്കറ്റ് എന്തിൻ്റെയാണ്? ഓക്കെ, മോഡ്, ഡിസ്ക്രിപ്ഷൻ, എമൗണ്ട് നമ്മൾ എൻ്റർ ചെയ്യുന്ന എമൗണ്ട് എത്ര വെച്ചാൽ അത്. ഓക്കെ, ഇതിൽ നമുക്ക് എക്സ്പെൻസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ട് എടുക്കുന്നത് നെഗറ്റീവ് എമൗണ്ട് ആക്കി എടുക്കുക. എക്സ്പെൻസ് എടുക്കുന്നത് ഇൻകം ആയിട്ടാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് എമൗണ്ട് ആക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ വരുന്ന ഫങ്ഷനാലിറ്റി എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഓക്കെ, ഇവരെന്നെ പറഞ്ഞു തരുന്നുണ്ട്. ആഡ് എക്സ്പെൻസ്, ആഡ് ഇൻകം, പിന്നെ നമുക്ക് വരുന്ന വ്യൂ എക്സ്പെൻസും വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇപ്പം ഇത്ര 3 മതി. 4ാമത്തെ ഒരെണ്ണം കൂടെ നമുക്ക് എക്സിറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ 4 ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത്. ഓപ്ഷൻസ് വരുന്നത് ആഡ് എക്സ്പെൻസ്, ആഡ് ഇൻകം, വ്യൂ എക്സ്പെൻസ്, എക്സിറ്റ്. ഇത് നിങ്ങൾക്ക് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താണ് സംഭവം ഞാൻ ചെയ്യുന്നത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിക്കുക. കാരണം നിങ്ങളും ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഈ 4 ഓപ്ഷൻസാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഈ ഓപ്ഷൻസ് വരുന്ന പോർഷൻ നമ്മൾ ഇതിൽ എന്തൊക്കെ കോഡ് ചെയ്യേണ്ടി വരും. അതായത് ഇതവിടെ കിടക്കട്ടെ, ഇതെന്താണ് നമ്മളെ കോർ ലോജിക്കാണ്. ഓക്കെ, നമ്മളിപ്പോൾ എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം ഈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുക, 1 by 1 ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്യുക, എന്നിട്ട് ഇത്ര നേരം തിളപ്പിക്കുക, ഊറ്റിയെടുക്കുക. അതിലുപരി നമ്മൾക്ക് ആദ്യം ഫസ്റ്റ് വേണ്ടത് എന്താണ്, ഈ പ്രോസസ്സൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കൊണ്ടുവെക്കണം എന്നുള്ളൊരു കേസ് വേണ്ടേ. ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് ബുക്കൊക്കെ മേടിച്ച് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് വേണ്ട പാത്രമില്ല, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഇല്ല, മസാലകളില്ല, അങ്ങനത്തെ ഒക്കെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യം നടക്കില്ല. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആദ്യം എന്തൊക്കെയാണ് ഇതിൽ ഈ ഇത്രയും പോർഷൻ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്ന കുറച്ച് വേരിയബിൾസ് വേണ്ടി വരും. അത് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞാൻ നോട്ട് ചെയ്യാണ്. വേരിയബിൾസും ലൂപ്പും ഇഫും എൽസും ഒന്നും ഇല്ലാതെ ഒരു പരിപാടി ഇല്ല കേട്ടോ പ്രോഗ്രാമിൽ. അപ്പോൾ അതൊക്കെ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേരിയബിൾസ് ഇത് വേണ്ട, വേരിയബിൾസ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് വേണം. കാരണം നമുക്ക് ഓരോ ഓപ്ഷൻ കൊടുക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് ഓരോ ബ്ലോക്ക് വർക്കാണ്. അതിന് എന്ത് വേണം, ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് വേണം.
പിന്നെ നമുക്ക് എന്ത് വേണം, റിപ്പീറ്റഡ്ലി ഇത് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അതായത് നമ്മൾ എക്സ്പെൻസ് ചൂസ് ചെയ്തു, എക്സ്പെൻസ് അടിച്ച് നമുക്ക് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ, എസ് ഓർ നോ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വർക്ക് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, ലൂപ്പ് വേണം, റിപ്പീറ്റഡ്ലി ചെയ്യുന്ന കാര്യം ആയതുകൊണ്ട്. പിന്നെ എന്ത് വേണം, ഇത് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വരുന്നുണ്ട്. ഇത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ നിങ്ങൾ ഇനീഷ്യലി നിങ്ങൾ തിങ്ക് ചെയ്ത് ഉണ്ടാക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ തിങ്ക് ചെയ്യില്ല. ഓക്കെ, ഈ ആശാൻ പറഞ്ഞു തരുന്നതിനനുസരിച്ച്, ആശാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനല്ല, നമ്മുടെ എക്സ്റ്റൻഷൻ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അങ്ങനെ പോകും. പക്ഷേ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ജോബ് കിട്ടൂല. മേ ബി കോഡൊക്കെ ചെയ്യാൻ അറിയും, പക്ഷേ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നിങ്ങൾക്ക് കോഡ് കിട്ടൂല, ഷോർട്ട് ലിസ്റ്റ് ആവില്ല. അപ്പോൾ നിർമ്മിത ബുദ്ധിനെ ആശ്രയിക്കാം, പക്ഷെ അതിനു മുമ്പ് നമുക്ക് സെൽഫായിട്ട് കുറച്ച് ബുദ്ധി ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ വേരിയബിൾസ്, ഇഫ് എൽസ്, ലൂപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്, ഓക്കെ, ആഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം, ഒരു ഫംഗ്ഷനായിട്ട് ട്രീറ്റ് ചെയ്യാം. ആഡ് ഇൻകം, അതിനെയും ഫംഗ്ഷനായിട്ട് ട്രീറ്റ് ചെയ്യാം. എക്സിറ്റ് ചെയ്യുന്നത് വേറെ ഫംഗ്ഷനായിട്ട് ട്രീറ്റ് ചെയ്യാം. പിന്നെ വ്യൂ എക്സ്പെൻസ്, ഇതിനെ വേറെ ഫംഗ്ഷനായിട്ട് ട്രീറ്റ് ചെയ്യാം. ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് കോഡ് നല്ല റീഡബിലിറ്റി കിട്ടും. നമുക്ക് എവിടെയെങ്കിലും ഒരു ഇഷ്യൂ അടിച്ചു കഴിഞ്ഞാൽ അത് ഏത് പോർഷനിലാണ് നോക്കിയിട്ട് ആ ഒരു ഏരിയ മാത്രം ഹാൻഡിൽ ചെയ്താൽ മതി. മറ്റേത് നമുക്ക് ഇത് എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ മേ ബി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കേസൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫംഗ്ഷനാക്കി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് വേണം, ഫങ്ഷൻസ് വേണം. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്രേക്ക്, കണ്ടിന്യൂ. ഓക്കെ, ഈ രണ്ട് സംഭവങ്ങൾ വേണം. ഇതിൻ്റെ ഫങ്ഷനാലിറ്റി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഓക്കെ, ഇൻ കേസ് ഇല്ലെങ്കിൽ നിങ്ങളത് റെഫർ ചെയ്യുക. അത്ര വലിയ സംഭവം ഒന്നല്ല, പക്ഷെ അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻസ് വേണം. വേരിയബിൾസ് നമുക്ക് പല ടൈപ്പ് ആവാം, അതായത് അറേ ആവാം, അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ആവാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇത്രയും നോളജാണ് നമുക്ക് ഈ ഒരു കേസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മളെ ഇൻഗ്രീഡിയൻസ്. ഇനി ഇതെങ്ങനെ 1 by 1 ആയിട്ട് ചെയ്യാന്നുള്ള കാര്യമാണ് അടുത്ത നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ക്രിയേറ്റ് എ പ്രോംപ്റ്റ് ടു റീഡ് യൂസർ ചോയ്സ്. ഇതെന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് യൂസറിൻ്റെ സൈഡിൽ നിന്ന് റീഡ് ചെയ്യുന്ന രീതിയിലൊരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രോംപ്റ്റ് ഇന്നലെ നോക്കിയതാണ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രോംപ്റ്റിൽ എന്ത് കൊടുക്കാം, എൻ്റർ യുവർ ചോയ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അതിനകത്ത് നമുക്ക് ഓപ്ഷൻസ് ലിസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് /n കൊടുത്തിട്ട്, ഓക്കെ, /n എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പറേറ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് ഈ ഏരിയ കവർ ചെയ്തിട്ടുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളത് നോക്കുക എന്താണ് ഈ /n എന്നുള്ളതൊക്കെ. അതുപോലെ വേറെയും മറ്റ് കുറച്ച് എസ്കേപ്പ് സീക്വൻസ് എന്നൊക്കെയാണ് ഇതിന് പറയാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്നുള്ളത് ഒന്നുമില്ല, ജസ്റ്റ് പുതിയൊരു ലൈനിൽ ഈ ഒരു എൻട്രി വരും. അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ /n ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇത്രയും കൊടുത്തിട്ട് നമ്മുടെ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. അത് സേവ് ചെയ്യാണ്, ഗോ ലൈവ് എന്ന് കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബ്രൗസറിൽ റൺ ആവും. ഇനിയിപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാത്തവർ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക. അതായത് എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഫോൾഡറിൽ പോയിട്ട് അത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇനി അതറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളെ ഫോൾഡറിൽ പോയിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഡെസ്ക്ടോപ്പിനകത്ത് എവിടെയാണെന്ന് തിരഞ്ഞു നോക്കണം. ഇവിടെ അല്ല, ജാങ്ക ട്യൂട്ടോറിയൽസ് ആണോ, അല്ല, ഞാൻ എവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് നോക്കട്ടെ. സൊല്യൂഷനൈസ്ഡ് IT ട്രെയിനിങ് പ്രോഗ്രാം. ഓക്കെ,
ഡെസ്ക്ടോപ്പിനകത്ത് ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഫയല്. ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഞാൻ ഓപ്പൺ വിത്ത് ബ്രൗസർ ക്രോം കൊടുക്കുന്നുണ്ട്. അപ്പം എന്ത് സംഭവിക്കും? ഇവിടെ സെയിം നമ്മുടെ ഇതിലുള്ള അതേപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ലൈവ് സെർവർ ഓൺ ആക്കിയതുകൊണ്ട് നമ്മളെ സിസ്റ്റത്തിലുള്ള ഒരു പോർട്ടിലാണ് ഇത് റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ആ ഒരു ചേഞ്ച് ഇവിടെ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. ഇവിടെ എങ്ങനെ വെച്ചാൽ ജസ്റ്റ് ആ ഒരു ഫയൽ ബ്രൗസറിൽ ഓപ്പൺ ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, ഇതിൽ നമ്മൾ അവിടെ ചേഞ്ച് വരുത്തി വിചാരിച്ചിട്ട് ഇവിടെ ചേഞ്ച് ആവില്ല. പക്ഷേ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ ഒന്ന് Ctrl+R കൊടുക്കണം, അല്ലെങ്കിൽ റീലോഡ് ചെയ്യാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രോഗ്രാം റൺ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ട് മെത്തേഡും കാണിച്ച്. ഇപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഗോ ലൈവ് വെച്ചിട്ടാണ് പോകുന്നത്. ഇനി നമുക്ക് കവർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? പ്രോംപ്റ്റ് നിന്ന് ഈ വാല്യൂസ് റീഡ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അലേർട്ട് ഇടുന്നുണ്ട്. യു ഹാവ് ചൂസ്ഡ് പ്ലസ് യൂസർ ചോയ്സ്. ഇങ്ങനെ കൊടുത്താൽ എന്ത് സംഭവിക്കും? നമ്മൾ ഇവിടുന്ന് എന്താണോ ഇൻപുട്ടിൽ കൊടുത്ത ആ ഔട്ട്പുട്ട് നമുക്ക് അലേർട്ടിൽ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു തരും. അപ്പോൾ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഞാൻ കൊടുക്കാൻ പോവാണ്. ഞാൻ 1 കൊടുത്തു. യു ഹാവ് ചൂസ്ഡ് 1. ഓക്കെ, 2 കൊടുത്തു. യു ഹാവ് ചൂസ്ഡ് 2. ഒന്നും കൂടെ നമ്മൾ 3 കൊടുക്കാൻ പോവാണ്. യു ഹാവ് ചൂസ്ഡ് 3. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് തോന്നുന്നുണ്ടാവും. ഓക്കെ, ഇതിപ്പോൾ മെനു ഡ്രിവൺ പ്രോഗ്രാം എന്നുള്ളൊരു ലെവലിലേക്ക് എത്തിയിട്ടില്ല, പക്ഷെ അതിൻ്റെ ഒരു 20% ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് എക്സ്പെൻസ് ആഡ് ചെയ്യണോ, ഇൻകം ആഡ് ചെയ്യണോ, അതോ ഇവിടെ എന്തൊക്കെ കൊടുത്തിക്കണം? ആഡ് എക്സ്പെൻസ്, ആഡ് ഇൻകം, വ്യൂ എക്സ്പെൻസ്. എന്താണ്? ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് എല്ലാ എക്സ്പെൻസും ലിസ്റ്റ് ചെയ്യുന്ന ഒരു ഫങ്ഷണാലിറ്റി അതിൻ്റെ ഉള്ളിൽ കൊടുക്കാം. അപ്പോൾ വ്യൂ എക്സ്പെൻസ് ഉണ്ട്, പിന്നെ എക്സിറ്റ് ഉണ്ട്. ഓക്കെ, ഈ നാല് ഓപ്ഷൻസാണ് നമ്മളതിലുള്ളത്. ഓക്കെ, നമ്മൾ മെനു ഡ്രിവൺ ആയിട്ട് ചെയ്യുന്ന സമയത്ത് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇഫ് എൽസ് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇഫ് യൂസർ ചോയ്സ് ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ യു ഹാവ് ചൂസ്ഡ് ആഡ് എക്സ്പെൻസ്. ഓക്കെ, അതല്ല എൽസ് ഇഫ് യൂസർ ചോയ്സ് ഈക്വൽ ടു 2 യു ഹാവ് ചൂസ്ഡ് ആഡ് ഇൻകം. എൽസ് ഇഫ് യൂസർ ചോയ്സ് ഈക്വൽ 3 യു ഹാവ് ചൂസ്ഡ് വ്യൂ എക്സ്പെൻസ്. 4 ആണെങ്കിൽ എക്സിറ്റ്. ഓക്കെ, ഈ ഒരു എൽസ് പാർട്ടിൽ നമുക്ക് ഇൻവാലിഡ് എന്നുള്ള രീതിയിലും കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻസ് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, നമ്മൾ എന്താണ് പ്രോംപ്റ്റിൽ 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് വർക്കാവും. 2 കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്കാവും. 3 കൊടുത്താൽ ഇത് വർക്കാവും. 4 കൊടുത്താൽ ഇത് വർക്കാവും. പിന്നെ ഇതിൽ പറയാത്ത ഏതെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇൻവാലിഡ് ചോയ്സ് വരും. ഓക്കെ, ഞാൻ ഇതിലെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കാം. അത് ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ പറയാം. ഓക്കെ, ഇതിലൊരു ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ലൈവ് സെർവറിൻ്റെ വേറൊരു പ്രശ്നം. ഇത് വെറുതെ കടന്ന് റീലോഡ് ആയിക്കൊണ്ടിരിക്കും. ഞാൻ ഇവിടെ ഓരോ സേവ് നിൽക്കുന്നതിനനുസരിച്ച് ഇവിടെ റീലോഡ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഞാനിവിടെ 1 നിൽക്കി. നമുക്ക് എന്തായിരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട്? ഓക്കെ, ആഡ് എക്സ്പെൻസ് എന്നുള്ളതായിരിക്കും നമ്മൾ വിചാരിക്കുന്ന ഔട്ട്പുട്ട് അല്ലേ? നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ആഡ് എക്സ്പെൻസ് ഉള്ളത് വർക്കായിട്ടുണ്ട്. ചൂസ്ഡ് 1 ഇത് ഇതിൻ്റെയാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഈ അലേർട്ടിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മളൊരു 5 കൊടുത്തു നോക്കാം. ഇൻവാലിഡ് ചോയ്സ് വന്ന്. ഓക്കെ, കാരണം എന്താണ്? 5 എന്നുള്ളത് ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഓക്കെ, 4 കൊടുത്താൽ എന്ത് വരും? എക്സിറ്റ് വരും അല്ലേ? അപ്പം നമ്മുടെ മെനു ഡ്രിവൺ പ്രോഗ്രാമിൻ്റെ
പോർഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്, ഒരു 50% കംപ്ലീറ്റ് ആണ്. അതായത് ആ ഒരു സ്ട്രക്ചറിനെ പറ്റി പറയുന്നതാണ്. എൻ്റെ ഒരു പ്രോഗ്രാമിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20-25 അത്രയൊക്കെ എത്തിയിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഒരു തവണ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, പരിപാടി കഴിഞ്ഞ്. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനി ആദ്യം ബ്രൗസർ റീലോഡ് ചെയ്യണം. റീലോഡ് ചെയ്തിട്ട് ഇത് കൊടുത്തു, ഓക്കെ കൊടുത്തു, യു ഹാവ് ചൂസ്ഡ് ആഡ് ഇൻകം, ഓക്കെ, പരിപാടി കഴിഞ്ഞ്. ഓക്കെ, ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്താണ്, ഓരോ തവണ റീലോഡ് ചെയ്യുമ്പോഴും നമ്മളെ വാല്യൂ ക്ലിയർ ആവും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല, പ്രോഗ്രാം എക്സിറ്റ് ആകാൻ പാടില്ല. ആക്ച്വലി ഇത് ഈ പോർഷൻസ് ഒക്കെ ബാക്ക് എൻഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഫ്രണ്ട് എൻഡിൽ നമ്മൾ ഇങ്ങനെ ചെയ്യൂല. ഓരോ തവണ ഡാറ്റ അല്ലെങ്കിൽ നമ്മൾ ഫെച്ച് ചെയ്തിട്ട് എടുക്കും. അതായത് എവിടെയാണോ ഡാറ്റ ഉള്ളത്, ഏത് സെർവറിലാണോ അവിടുന്ന് റീഡ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഇതെന്താണ് പക്ക പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് പൈത്തൺ ആണെങ്കിലും ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിലും സി ആണെങ്കിലും C++ ആണെങ്കിലും ജാവ ആണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഈ കൺസെപ്റ്റ് സെയിം ആണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഇപ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റിലാണ് കവർ ചെയ്യുന്നത്. ഇനി പൈത്തൺ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് ഞാനിതിങ്ങനെ പറയില്ല, ജസ്റ്റ് ഒന്നും കൂടെ സ്പീഡായിട്ടാണ് പോവുക. കാരണം സെയിം കൺസെപ്റ്റ് തന്നെയാണ്, സിൻടാക്സ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിപ്പോൾ അറ്റ് എ ടൈം ഒരു ഓപ്ഷൻ കൊടുത്തു ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, പരിപാടി കഴിഞ്ഞ്, പ്രോഗ്രാം എക്സിറ്റ് ആയി. ഈ ഒരു കേസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ലൂപ്പിനകത്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ലൂപ്പ് നമുക്കൊരു ഇൻഫിനിറ്റി ലൂപ്പിൻ്റെ ഉദ്ദേശം എന്താ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും?